മറ്റന്നാൾ ഇങ്ങോട്ട് കൊണ്ടുവരൂ. ഇപ്പോൾ തന്നെ പ്രഭാകരന് ഫോൺ ചെയ്ത് ഞാൻ വിവരം അറിയിച്ചോളാം. പ്രഭാകരൻ സാറ് മദ്രാശി പോയിരിക്കുക. ഹൈക്കോടതിയിൽ ഒരു കേസുണ്ട്. തിങ്കളാഴ്ച കാലത്ത് തിരിച്ചെത്തും. ഒന്നും വിചാരിക്കണ പോലെ നടക്കണില്ല. കഷ്ടം കഷ്ടം. എന്തായാലും ഞാൻ നാളെയോ മറ്റന്നാളോ മരിക്കില്ല എന്ന് തോന്നുന്നു. തിടുക്കയില്ല, പതുക്കെ മതി. പക്ഷേ വിൽപത്രം മറ്റന്നാൾ തന്നെ കൊണ്ടുവരണം കേട്ടോ. ആ, കൊണ്ടുവരാം. എനിക്ക് ആ പിള്ളേരൊന്ന് കാണണം. അക്കൗണ്ട് ബുക്സ് കൊടുത്തയക്കാനാ. എന്നാ ഞാൻ വരട്ടെ. ഗുഡ് മോർണിംഗ്. പിള്ള എവിടെ? പിള്ള ഇവിടെ ഇല്ല, പുറത്തു പോയിരിക്കുക. എനിക്ക് അത്യാവശ്യമായി ഒന്ന് കാണണം. വന്ന് കാണാൻ പറയും. സംഗതികൾ ആകെ കുഴയുന്നാ തോന്നുന്നത്. അതിനാണ് നിങ്ങളെ വിളിപ്പിച്ചത്. മഹാറാണിക്ക് ഉടനെ വിൽപ്പത്രം വേണമെന്ന് പറയുന്നു. എന്ത് ചെയ്യും? എന്തിനാ? ജലജയ്ക്ക് 20,000 രൂപ വിൽപ്പത്രത്തിൽ ചേർത്ത് പുതുക്കി എഴുതിക്കാൻ. ഓ, ഞാൻ ഒഴികടി പറഞ്ഞപ്പോ ബാങ്ക് മാനേജർ ഫോണിൽ വിളിക്കാൻ പോയി. അയാൾ ലീവിലാണെന്ന് പറഞ്ഞ് നിർത്തിയിരിക്കുക. ഓഹോ, പ്രഭാകരൻ സാറിന് ഫോൺ ചെയ്യാൻ തുടങ്ങിയതാ. പ്രഭാകരൻ സാർ എറണാകുളത്ത് പോയിരിക്കുന്നു നുണ പറഞ്ഞിരിക്കുക. വിൽപത്രം എന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു. മറ്റന്നാൾ. ഇന്ന്, നാളെ, മറ്റന്നാൾ 3 ദിവസമുണ്ട്. സാരമില്ല, കൊടുക്കണ്ട. കൊടുക്കാതെ പിന്നെ കൊടുക്കേണ്ടതർത്ഥം. എന്നെ വിളിച്ച് ആവശ്യപ്പെട്ടാൽ എന്ത് ചെയ്യും? സാർ ഒന്നും ചെയ്യണ്ട. മഹാറാണിക്ക് വിൽപത്രത്തിന്റെ ആവശ്യം വരില്ല. എന്ന് വെച്ചാൽ മഹാറാണി 3 ദിവസം കഴിഞ്ഞ് സാറിനെ വിളിക്കുമെന്ന് എന്താ നിശ്ചയം? എന്ന് പറഞ്ഞാൽ ഹിമാലയൻ കുറിപ്പ് ജയിൽ ചാടി വരും. അതും ഞാൻ ഏർപ്പാട് ചെയ്യും. താൻ ആരാ? അറിഞ്ഞിട്ട് എന്ത് വേണം? ഇവിടെ എന്തിനിരിക്കുന്നേ? ഒരാളെ കാണാനുണ്ട്. താൻ ഇവിടെ നിന്ന് പോണം. ആ, ഞങ്ങൾക്കല്പം പണിയുണ്ട്. ഓ, തടിമോഷണമായിരിക്കും. നടത്തിക്കൂ, ഞാനിവിടെ ഇരുന്നോളാം. ഒന്ന് എണീറ്റ് പോടോ, ഞങ്ങളുടെ കൈ മെനക്കെടുത്താതെ. പോയില്ലെങ്കിൽ അവന്മാർക്ക് തടി മോഷ്ടിക്കണമെങ്കിൽ ഞാനിവിടെ നിന്നാലെന്താ? തനിക്ക് പ്രായമായെങ്കിലും ചൊറുചൊറുക്ക് വിറ്റിട്ടില്ല. തനിക്ക് ഒന്നുമില്ല. ഏതായാലും പറഞ്ഞ സമയത്ത് എത്തി. പോ. എന്നാലും വെറും ഒരു സ്ത്രീയെ, അതും 60 വയസ്സായ ഒരു സ്ത്രീയെ കൊല്ലാൻ വേണ്ടി ഞാൻ ജയിൽ ചാടി പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഏതോ ഭയങ്കര കൊള്ളസംഘത്തിന്റെ നേതാവിനെയോ മറ്റോ കാച്ചാനാവുമെന്ന്. സംഭവം നടക്കുന്ന സമയത്ത് ഞാൻ സ്ഥലത്തില്ലായിരുന്നു എന്ന് പോലീസിന് ബോധ്യപ്പെടാൻ വേണ്ടി വിശ്വസ്തനായ മറ്റൊരു സാക്ഷിയുടെ അടുത്തായിരിക്കും. അപ്പോ ഞാൻ റാണിയുടെ മുറിയിലേക്ക് കടക്കാനുള്ള വഴികളും മറ്റേർപ്പാടുകളും ഹിമാലയനെ അറിയിച്ചത് ഓർമ്മയുണ്ടല്ലോ. ഈ ജലജയും അവിടെ ഉണ്ടാവില്ലേ?
സാരമില്ല, അവൾ ഉറങ്ങിയ പോലെ കിടക്കും. കൊലപാതകത്തിന് ഒരു ഉദ്ദേശം വേണമല്ലോ, അല്ലെങ്കിൽ പോലീസിന്റെ സംശയം മറ്റൊരു വഴിക്ക് തിരിഞ്ഞേക്കും. കൊലയ്ക്ക് കാരണം കളവാണെന്ന് തെളിയിക്കാൻ മഹാറാണിയുടെ ആഭരണങ്ങൾ എടുക്കണം. ഞാൻ കൊല ചെയ്യാം, മോഷണം നടത്തില്ല. അത് മോഷണമല്ലടൂ. മഹാറാണിയുടെ പെട്ടിയിൽ 50,000 രൂപയുടെയെങ്കിലും ആഭരണങ്ങൾ കാണും. അത് തനിക്കുള്ള പ്രതിഫലമാണ്. ആരാ ആരാ? ജയനോ? അതെ. എനിക്കാകെ ഒരു സന്തോഷം ഇപ്പോൾ ഉള്ളത് ജയൻ എന്നെ വന്ന് കാണുന്നു എന്നുള്ളതാണ്. ഇത്രയും നാൾ വരാഞ്ഞതെന്ത്? ഞാനിവിടെ വരരുതെന്ന് വിലക്കിയിരിക്കുകയാണ്. ആര്? എന്നോട് പറഞ്ഞത് കുറെ റൗഡികളാണ്. പക്ഷെ പറയിച്ചത് ഇവിടുന്ന് ആരെങ്കിലും ആയിരിക്കുമല്ലോ. ഇവിടുന്ന് ആരെങ്കിലുമോ എന്നാണ് എന്നോട് പറഞ്ഞത്. ആര് പറഞ്ഞു എന്നാണ് പറഞ്ഞത്? അത് പറഞ്ഞില്ല, കൊട്ടാരത്തിൽ നിന്ന് പറഞ്ഞു എന്ന് മാത്രം അറിയിച്ചു. കുറച്ചു ദിവസം ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നെങ്കിലും ചട്ടമ്പിമാരെയൊന്നും എനിക്ക് ഭയമില്ല. ഞാൻ വരണ്ട എന്നുണ്ടെങ്കിൽ അത് രോഹിണി പറയണം. രോഹിണിക്ക് ഇഷ്ടമുള്ളിടത്തോളം ആരെതിർത്താലും ഞാൻ വരും, വന്ന് കാണും. ജയൻ അപ്പോ ആശുപത്രിയിലായിരുന്നോ? ഹേയ്, സാരമില്ല. ഞാനൊരു കേടും കൂടാതെ ഇവിടെ വന്നിരിക്കുകയല്ലേ. പക്ഷെ ഇവിടെ ആർക്കോ ഞാൻ വരുന്നതും രോഹിണിയെ കാണുന്നതും ഇഷ്ടപ്പെടുന്നില്ലെന്നുള്ളത് തീർച്ചയാണ്. ഇവിടെ ആർക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ? അമ്മുമ്മ ഇന്നും ജയനെ പറ്റി അന്വേഷിച്ചു. അമ്മുമ്മയ്ക്ക് ജയനെ വലിയ ഇഷ്ടമാണ്. എങ്കിൽ മറ്റാരോ കുഴപ്പക്കാരായി ഇവിടെയുണ്ട്. നമ്മൾ വളരെ കരുതലോടെ ഇരിക്കണം. ഞാൻ ഇപ്പൊ വന്നത് തന്നെ മതിൽ ചാടി ആരും കാണാതെ പൈപ്പ് വഴി മുകളിൽ കയറിയാണ്. ജയന് നേരെ വരാം, തീർച്ച. എന്നെ കാണാൻ വരുന്നതിൽ ആർക്കും എതിർക്കേണ്ട കാര്യമില്ല. ആരെതിർത്താലും ഞാൻ വകവയ്ക്കുകയുമില്ല. എതിർപ്പുള്ളത് ആർക്കെന്നറിയുന്നത് വരെ സൂക്ഷിച്ചേ ഞാൻ പെരുമാറാവും. രോഹിണിയുടെ മനസ്സിന് വേദന ഉണ്ടാകുന്ന ഒന്നും സംഭവിക്കരുതല്ലോ. എനിക്കിനി എന്ത് സംഭവിച്ചാലെന്ത്? സംഭവിക്കാൻ ഇനി ഒന്നേ ഉള്ളൂ. അത് സംഭവിക്കുന്നത് വരെ സ്വസ്ഥമായി കഴിയാൻ ഇടവരുത്തിയാൽ മതി. രോഹിണി അങ്ങനെയൊന്നും പറയരുത്. രോഹിണിക്കൊന്നും സംഭവിക്കുകയില്ല. ജയന്റെ ആഗ്രഹം മാത്രമാണത്. ഇല്ല, ഈശ്വരൻ എന്നൊരു ശക്തി ഉണ്ടെങ്കിൽ രോഹിണിക്കൊന്നും സംഭവിക്കുകയില്ല. അത്രയ്ക്ക് നല്ലവളും നന്മ നിറഞ്ഞവളുമാണ് രോഹിണി. ജയ, എന്റെ ജയ. രോഹിണി സമാധാനമായിരിക്കണം. മനസ്സിനെ ഒന്നുകൊണ്ടും വ്യാകുലപ്പെടുത്തരുത്. എന്ത് വേണമോ പറയൂ, ഞാൻ അനുസരിക്കാം. ജയന് ഒരാപത്തും വരരുത്. എന്നും എന്നെ വന്ന് കാണണം. ഈ രണ്ടാഗ്രഹമേ എനിക്കുള്ളൂ. ഞാൻ എന്നും വരും. രോഹിണിയുടെ അടുത്ത് എത്ര നേരം വേണമെങ്കിലും വന്നിരിക്കാം. മതി, എനിക്കത് മതി.